കണ്ണൂരിലെ ചുവപ്പ് കോട്ടകളിൽ CPIM-നേറ്റ കനത്ത തിരിച്ചടിയും പരാജയവും മറച്ചുവെക്കാൻ നേതാക്കൾ പെടാപ്പാടുപെടുകയാണ്. പാർട്ടിയുടെ ഈറ്റില്ലങ്ങളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ഒടുവിൽ അണികളെ തൃപ്തിപ്പെടുത്താൻ ന്യായീകരണ തറക്കല്ലുകളുമായി പാർട്ടി രംഗത്തിറങ്ങുന്നു. ഓഗസ്റ്റ് 29, 30, 31 തീയതികളിൽ പയ്യന്നൂർ, പെരിങ്ങോത്ത്, മയ്യിൽ എന്നിവിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗങ്ങളിലൂടെ അണികളുടെ കണ്ണിൽ പൊടിയിടാനാണ് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ തന്ത്രം. മറ്റാർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച സ്വന്തം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി പയ്യന്നൂരിൽ വിഭാഗീയത കത്തിപ്പടർന്നുവെന്നൊക്കെ CPIM സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റിയും നേരത്തെ തന്നെ സമ്മതിച്ചതാണ്. എന്നാൽ പാർട്ടി ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും പയ്യന്നൂരിലെ പ്രമുഖ നേതാവ് V കുഞ്ഞികൃഷ്ണനും സംയുക്തമായി രംഗത്ത് വന്ന നേതൃത്വത്തിന്റെ നുണപ്രചാരണങ്ങൾ തുറന്നു കാട്ടി. സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ജില്ലാ കമ്മിറ്റിയാണെന്ന വാദം തള്ളി പറഞ്ഞുകൊണ്ട് നേതാക്കൾ പരസ്യമായി ഏറ്റുമുട്ടിയതോടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നത തെരുവ് നാടകമായി മാറി. സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഒത്തുകളിച്ചെന്നും പാരവെച്ചെന്നും പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയിൽ നിന്നും തലയൂരാൻ പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നേതൃത്വം. കമ്മിറ്റി പിരിച്ചുവിട്ടാൽ പാർട്ടിയിൽ വൻ പിളർപ്പുണ്ടാക്കുമെന്ന ഭയത്താൽ കേവലം താക്കീതുകളിലും ചിലരെ മാറ്റി നിർത്തലിലും മാത്രം ഒതുക്കി ഒത്തുതീർപ്പ് നാടകങ്ങൾ കളിക്കാനാണ് ജില്ലാ നേതൃത്വം മുതിരുന്നത്. മുൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും സംഘടനാപരമായ പരാജയങ്ങൾക്കുമെതിരെ ജനങ്ങൾ കണ്ണൂരിൽ നൽകിയ തിരിച്ചടിയുടെ ഭയം ഇപ്പോഴും പാർട്ടിയെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ഭരണകാലത്തെ പരാജയങ്ങളും വീഴ്ചകളും ആഴത്തിൽ മുറിവേൽപ്പിച്ച വോട്ടർമാർക്കിടയിൽ വീണ്ടും വിശദീകരണങ്ങളുമായി വരുമ്പോൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM നേരിടാൻ പോകുന്നത് ജനങ്ങളുടെ കടുത്ത ചോദ്യശരങ്ങളെയാണ്. ഭരണം കൈവിട്ടു പോയ ശേഷവും തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്ത നേതൃത്വം അണികളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ നേരിട്ടിറക്കി അണികളുടെ രോഷം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ് CPIM. പൊതുയോഗങ്ങൾക്ക് ശേഷം പ്രഖ്യാപിക്കാനിരിക്കുന്ന അച്ചടക്ക നടപടികൾ പാർട്ടിയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിവിടുമോ അതോ കൂടുതൽ പിളർപ്പുകളിലേക്ക് നയിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം.